ഞാൻ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാനിതാ അങ്ങയെ കൊണ്ട് മുന്നിട്ടിരിക്കുന്നു നബിയേ. എന്താ വിഷയം? എന്റെ ഈ ആവശ്യത്തിൽ, എന്റെ ഈ കണ്ണിന്റെ കാഴ്ച കിട്ടുക എന്ന വിഷയത്തിൽ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു നബിയേ. എന്റെ ആവശ്യം നിറവേറപ്പെടാൻ വേണ്ടി, മറ്റൊരു റിപ്പോർട്ട്, മറ്റൊരു വകുപ്പനുസരിച്ച് തങ്ങൾ എന്റെ ആവശ്യം വീട്ടി തരാൻ വേണ്ടി ഞാനിതാ തങ്ങൾ മുഖേന മുന്നിട്ടിരിക്കുന്നു നബിയേ. 2004 നടന്ന മണ്ണാർക്കാട് സംഭവത്തിന് വരെ ഈ സംഭവമായി ഇതേ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും ഒക്കെ വന്നപ്പോൾ അന്ന് ബഹുമാനായ കെ സഖിയ സ്വലാഹി റഹിമഹുല്ലാഹ് അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ, അദ്ദേഹം അന്ന് മുമ്പിലെത്തി കൃത്യമായി പഠിപ്പിച്ചു വിട്ടതാ. എന്നിട്ട് പിന്നീട് ഇങ്ങനെ ആവർത്തിക്കും. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഒരു അന്ധനായ സഹാബിയുടെ കഥ ഹദീസുൽ വലീർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ഹദീസാണ്. അഥവാ ഒരു അന്ധനായ മനുഷ്യൻ പ്രവാചകർക്ക് വന്നുകൊണ്ട് പറഞ്ഞ, നബിയെ, എനിക്ക് കണ്ണിന് കാഴ്ച നബിയെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്നാണ്. യാ നബിയല്ലാ വദഉല്ലാഹ യുആഫിയനി, അല്ലാഹുവിന്റെ റസൂലേ, വദഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, യുആഫിയനി, എനിക്ക് ആഫിയത്ത് കിട്ടാൻ നബിയെ നിങ്ങൾ ദുആ ചെയ്യണം എന്നാ നബിയുടെ മുമ്പിൽ വന്ന് പറയാം. നബി ഞങ്ങൾ ജീവിച്ചിട്ടുള്ള കാലത്ത് നബി ഞങ്ങളുടെ സദസ്സിൽ വന്ന് നബി ഞങ്ങളോട് ആവശ്യപ്പെട്ട റസൂലേ, കാരണം റജുലൻ ദരീറൻ, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ നബി ഞങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയാ, നബിയെ അതൻ നബിയ, നബിയുടെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു, നബിയെ യാ നബിയല്ലാ വദഉല്ലാഹ, കണ്ടോ നബിയെ, നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണ, നബിയെ നിങ്ങൾക്ക് കാഴ്ച തന്നെയല്ല, ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല, നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ, അയ്യോ ആഫിയനി, എനിക്ക് ആഫിയത്ത് നൽകാൻ ദുആ ചെയ്യണേ. അപ്പോൾ നബി ഞങ്ങൾ പറയും, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ തൽക്കാലം പ്രാർത്ഥിക്കാതെ പരലോകത്തേക്ക് നമുക്ക് നീക്കി വെക്കാം, അതാണ് ഹൈർ. പരലോകത്തേക്ക് വലിയ കൂലി കിട്ടും, അതൊരു ഹൈർ. അതാണ്. അതല്ല വേണമെങ്കിലോ ഞാൻ പ്രാർത്ഥിക്കുകയുമാകാം. അപ്പൊ അദ്ദേഹം നബി എനിക്ക് പ്രാർത്ഥിക്കണം, കണ്ണിന് കാഴ്ച വേണം. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞ ചെയ്യുക, വുളൂ ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഞാൻ ദുആ പഠിപ്പിച്ചില്ല, ആ ദുആ ചെയ്യുക. ഇതാണ് സംഭവം. നബി ഞങ്ങൾ വുളൂ ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നൊരു ദുആ പഠിപ്പിച്ചു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അബ്ബേ ഞാൻ എന്നോട് ചോദിക്കുന്നു, ഇന്നിലേക്ക് ഞാൻ മുന്നിട്ടിരിക്കുന്നു, ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയ്യിർ റഹ്മ, എന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ കൊണ്ടില്ല, ഞാൻ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു. യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയെ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാൻ താങ്കൾ മുഖേന മുന്നിട്ടിരിക്കുന്നു, ഫീ ഹാജതി ഹാദി, എന്റെ ഈ ആവശ്യത്തിൽ ഫത്ഖുലാ, എനിക്ക് ആവശ്യം നിർവഹിച്ചു കിട്ടണം, വതശ്ഫഅനി ഫീഹി, നീ പിന്നെ അല്ലാഹുവേ ഈ നബിയുടെ കാര്യത്തിൽ നീ എന്നെ ശുപാർശനാക്കണേ, വതശ്ഫഅഹു ഫിയ, എന്റെ കാര്യത്തിൽ നബിയെയും നീ ശുപാർശനാക്കണമേ. എന്താ സംഭവിച്ചത്? നബി മുമ്പിൽ വന്ന് പറയുന്നു, നബി ഞങ്ങൾ വുളൂ ചെയ്ത് നിസ്കരിക്കാൻ പറയുന്നു, ദ്വാരക്കാൻ പറയും. നബി ഇദ്ദേഹത്തിന് ദുആ ചെയ്യുന്നു. ഇത് ആവശ്യപ്പെട്ടെന്താ? നബി നിങ്ങൾ ദുആ ചെയ്യണം. ശരി, ഞാൻ ദുആ ചെയ്യാം, നീയും പ്രാർത്ഥിക്കുക. ആ വിഷയം ഞാൻ പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ എന്റെ കാര്യത്തിൽ നീ നബിയുടെ ശുപാർശ സ്വീകരിക്കണമേ. കണ്ടോ, എന്റെ കാര്യത്തിൽ നബിയുടെ ശുപാർശ സ്വീകരിക്കണമേ. അതെന്താ? എന്റെ കണ്ണിന് കാഴ്ചക്കാൻ വേണ്ടി നബി ഇതാ പ്രാർത്ഥിക്കുന്നേ, നീ സ്വീകരിക്കണേ. എന്റെ പ്രാർത്ഥന നീയും സ്വീകരിക്കണേ. നബിയുടെ കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അഥവാ ഈ ദുആ സ്വീകരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, അതും നീ സ്വീകരിക്കണേ അല്ലാഹ്. നബിയുടെ വിനയമാണ്, താഴ്മയാണ് ആ ഹദീസിൽ കാണുന്നത്. ഇതാണ് സംഭവം. ഇതാണ് ഇസ്തിഗാസയുടെ തെളിവ്. ഇതാണ് ഇസ്തിഗാസയുടെ തെളിവ്. മാത്രമല്ല ഇത് പറയുമ്പോൾ തന്നെ അലവി സഖാഫി അതിനെ കൂടുതൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ പറയുന്നുണ്ട്, അല്ലാഹുവേ എന്റെ നബിയുടെ കാര്യത്തിൽ നീ എന്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന് അദ്ദേഹം തന്നെ അവിടെ പറയുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാനിതാ അങ്ങയെ കൊണ്ട് മുന്നിട്ടിരിക്കുന്നു നബിയേ. എന്താ വിഷയം? എന്റെ ഈ ആവശ്യത്തിൽ, എന്റെ ഈ കണ്ണിന്റെ കാഴ്ച കിട്ടുക എന്ന വിഷയത്തിൽ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു നബിയേ. എന്റെ ആവശ്യം നിറവേറപ്പെടാൻ വേണ്ടി, മറ്റൊരു റിപ്പോർട്ട്, മറ്റൊരു വകുപ്പനുസരിച്ച് തങ്ങൾ എന്റെ ആവശ്യം വീട്ടി തരാൻ വേണ്ടി ഞാനിതാ തങ്ങൾ മുഖേന മുന്നിട്ടിരിക്കുന്നു നബിയേ. അല്ലാഹുമ്മ, വീണ്ടും അല്ലാഹുവിനെ വിളിക്കുന്നു, അല്ലാഹുവേ ഫശഫിഉഹു ഫിയ്യ, നബി അല്ലാഹുവേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ എന്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ അല്ലാഹ് എന്ന് നീ പോയി ദുആ ചെയ്തോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? എന്റെ കാര്യത്തിൽ നബിയുടെ ശുപാർശ നീ സ്വീകരിക്കണമേ അല്ലാഹ്. നബി ദുആ ചെയ്യുന്നു, ആ ദുആ സ്വീകരിക്കാൻ നീയും പ്രാർത്ഥിക്കുന്ന നബി ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. അവിടെ യാ മുഹമ്മദ് കണ്ടപ്പോഴേക്ക് കിട്ടിപ്പോയി. ഇതാണ് വലിയ തെളിവ്. കാര്യമായി പറഞ്ഞ ഒരു ആയത്ത്, 3 സംഭവങ്ങൾ. അതിൽ ഒന്നാമത്തെ സംഭവം ഇതാണ്. അപ്പൊ ഇവിടെ അതേ ഉള്ളൂ. നബി ഞങ്ങൾ മുമ്പിൽ ചെന്നു, നബിയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നബി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അതാ നിങ്ങൾ ആവശ്യം നിർവഹിച്ചത്. എന്താ ആവശ്യം? ദ്വാരിക്കാം, അതാണ് ആവശ്യം. അത് നബിയെ താങ്കൾ നിർവഹിച്ചു തരണം. അപ്പോൾ നബി പറഞ്ഞു, വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, അതല്ല പരലോകത്തേക്ക് മാറ്റിവെച്ചാൽ ഖൈറാണ്. അല്ല നബിയെ നിങ്ങൾ ദുആ ചെയ്യും. ശരി, ഞാൻ ദുആ ചെയ്യാം, ആ ദുആ സ്വീകരിക്കാൻ നീയും ദുആ ചെയ്യും. വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് അദ്ദേഹം ദുആ ചെയ്യുന്നു, നബി ഞങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നബിയുടെ ശുപാർശ നീ സ്വീകരിക്കണേ, എന്റെ ഈ ശുപാർശയും നീ സ്വീകരിക്കണേ. അത് സ്വീകരിച്ചു, കണ്ണിന് കാഴ്ച കിട്ടി. ഇതാണ് സംഭവം. ഇതും വഫാത്തായ മഹാന്മാരോട് ഇസ്തിഗാസയിലും എന്ത് ബന്ധമുള്ളത്? മാത്രമല്ല 2004 നടന്ന മണ്ണാർക്കാട് സംഭവത്തിന് വരെ
ഈ സംഭവമായി ഇതേ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും ഒക്കെ വന്നപ്പോൾ അന്ന് ബഹുമാനായ കെ സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹ് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അദ്ദേഹം അന്ന് മുമ്പിലെത്തി കൃത്യമായി പഠിപ്പിച്ചു വിട്ടതാ. എന്നിട്ട് പിന്നീട് ഇങ്ങനെ ആവർത്തിക്കുന്നത് കേട്ടോ. അന്നത്തെ ചെറിയൊരു ഭാഗം ശ്രദ്ധിക്കാം നമുക്ക്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് വാദിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹതു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അല്ലാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം കേട്ടും, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട തവസ്സുൽ അവിടെ ഹദീസ് നൽകിയിട്ടുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹതു ബിക. മുന്നിൽ നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. കാരണം ഇത്ര സ്പഷ്ടമായി അന്ന് പഠിപ്പിച്ചു 2004 യൂട്യൂബ് സെർച്ച് എപ്പോഴും കിട്ടും. മണ്ണാർക്കാട് സംവാദം അവർ കാണാത്തവർ കേൾക്കാത്തവർ കാണേണ്ട സംവാദം തന്നെയാണ്. അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും അന്നിങ്ങനെ നാട് നടന്ന മുഖാമുഖങ്ങൾ നടത്തി വലിയ വീരന്മാരായി നിൽക്കുമ്പോൾ അതെല്ലാം തച്ചു തകർത്ത് തരിപ്പണമാക്കിയിട്ട സംവാദമായിരുന്നു മണ്ണാർക്കാട് സംവാദം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ അന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് തെളിവല്ല. ഇത് നബിന്റെ മുമ്പ് ചെന്ന് നബിയെ നിങ്ങൾ ദുആ ചെയ്യുന്നത് പറയുകയും ശരി ദുആ ചെയ്യാം നീയും ദുആ ചെയ്യ് എന്ന് നബിയെ തിരിച്ചു പറയുന്ന സംഭവമാണ്. ഇത് നമുക്ക് ആരോടുമാകാം. ജീവിച്ചപ്പോൾ ആരും മുമ്പിൽ പോയിട്ട് പറയാം ഒരു പ്രയാസമുണ്ട്, നിങ്ങൾ ദ്വാരിക്കണം, എവിടെ ദ്വാരിക്കാം, നീയും ദ്വാരിക്ക്, വാക്കില്ല. ഇതിന് തെളിവാണത്. അതാണ് ഈ സംഭവത്തിലുള്ളത്. അപ്പൊ പറഞ്ഞ തെളിവ് ഒന്ന്, ആകെ 4 സംഭവമാണ് അദ്ദേഹം സ്വഹാബത്തേക്ക് ചെത്തിപ്പറഞ്ഞത്. അതിൽ ഒന്ന് മാത്രം സ്വഹീഹുള്ളത്, അതിന്റെ കഥ എടുപ്പത്, ബാക്കിയൊക്കെ ളഈഫാണ്.